ക്രിസ്തുവിൽ ജയാളിയാണു നാം, ക്രിസ്തുവിൽ പോരാളിയാണു നാം. ധീരരായി പോരാടിടാം, കർത്തൃസേവ ചെയ്തിടാം, ജയം നേടി മുന്നേറിടാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം, പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. നൂറ്റാണ്ടിലെ ആത്മശക്തി പകർന്നിടട്ടെ ഇന്നു സഭകളിന്മേൽ. അഭിഷേകത്തെ ഇന്നു പകർന്നിടുമ്പോൾ ഉണർന്നിടാം, യേശുവെ എതിരേറ്റിടാം. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം, പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. ലോകപാപങ്ങളിൽ വീണിടാതെ ഓടിടാം, യേശുവിൻ പാത നോക്കി. രാജാധിരാജനെ എതിരേറ്റിടാം, വിശുദ്ധിയോടെ നാം ഒരുങ്ങിടുക. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം, പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. ക്രിസ്തുവിൽ ജയാളിയാണു നാം, ക്രിസ്തുവിൽ പോരാളിയാണു നാം. ധീരരായി പോരാടിടാം, കർത്തൃസേവ ചെയ്തിടാം, ജയം നേടി മുന്നേറിടാം. മുന്നേറിടാം, നാം മുന്നേറിടാം, ക്രൂശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. മുന്നേറിടാം, നാം മുന്നേറിടാം, ക്രൂശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം, പാപശാപബന്ധനങ്ങൾ നീക്കി വേഗമാം. ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. മുന്നേറിടാം, നാം മുന്നേറിടാം, ക്രൂശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. മുന്നേറിടാം, നാം മുന്നേറിടാം,
കുരിശിൻ പാത നോക്കി വേഗം മുന്നേറിടാം. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗം നാം ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. പാപശാപബന്ധനങ്ങൾ നീക്കി വേഗം നാം ക്രിസ്തുവിൽ ജയാളിയായി മുന്നേറിടാം. ഹൃദയത്തെ ശാന്തമാക്കി ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് ആദരപൂർവ്വം നിൽക്കുക. കർത്താവെ, ലോകമെമ്പാടും അനുഗ്രഹിക്കുവാനായി അങ്ങയുടെ കരങ്ങൾ നീട്ടുന്ന ഈ രാത്രിയിൽ എന്നെ തന്നെ അങ്ങയുടെ പരിശുദ്ധമായ അനുഗ്രഹത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് പ്രത്യേകമായി കടന്നു വരണമേ. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. അങ്ങയെ കാണുവാനായിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ അങ്ങയിൽ വിശ്വസിക്കുവാൻ കർത്താവെ വിശ്വാസത്തിൻ്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമാസ് ശ്ലീഹായെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാവൽ മലാഖമാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Praise the Lord. Hallelujah. 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 കരങ്ങൾ വീശി Hallelujah. 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 എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ 2 മഹാദാനങ്ങൾക്ക് നന്ദി പറയേണ്ട ദിവസമാണ് ഇന്ന്. ആദ്യത്തേത് യേശുവിൻ്റെ രക്ഷാകരമായ സുവിശേഷം അറിയുവാൻ അവിടുന്ന് നമ്മെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി തൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ശ്ലീഹായെ നമ്മുടെ രാജ്യത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ യേശുവിന് 12 അപ്പസ്തോലന്മാരാണ് ഉണ്ടായിരുന്നത്. ഈ 12 പേരെയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുവാനായിട്ട് പറ്റുകയില്ലായിരുന്നു. എന്നാൽ ഈ 12 പേരിൽ ഒരുവനായ വിശുദ്ധ തോമാസ് ശ്ലീഹായെ തൻ്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാനായി നമ്മുടെ രാജ്യത്തേക്ക് ദൈവം അയച്ചു എന്നുള്ളത്, ഇന്ത്യയിലേക്ക് യേശു അയച്ചു എന്നുള്ളത് നമ്മളോടുള്ള പ്രത്യേകമായൊരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യം പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനായ യേശു തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നീ ഭാരതത്തിലേക്ക് പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം എന്ന കൽപ്പന കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിശ്ചിതമായിട്ടുള്ള ദൗത്യം നൽകുന്നുണ്ട്. ഈ ദൗത്യത്തോട് എപ്രകാരം ഞാൻ യെസ് പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത്. തോമാസ് ശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം വളരെ സാഹസികമായ ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത്. ആദ്യത്തേത്, അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, തൻ്റെ അടുത്ത ബന്ധുക്കളെയെല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ച് യാത്ര പുറപ്പെടേണ്ടതായിട്ട് വന്നിരുന്നു. രണ്ടാമതായി, ഇസ്രായേലിൽ നിന്ന് വളരെ ദൂരമാണ് ഭാരതത്തിലേക്ക്. അതിൻ്റെ കൃത്യമായ കണക്കനുസരിച്ച്
4540 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. അത് ബൈ എയർ ആയിരിക്കും. അപ്പോൾ കടൽ വഴി അല്ലെങ്കിൽ കര വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അതുമാത്രം ദൂരമുണ്ട്. വളരെ ക്ലേശകരമായ ഈ യാത്ര. ഇവിടെ വന്നാൽ ഭാഷ പരിചയമില്ല, സഹായിക്കുവാനായിട്ട് ആരുമില്ല. വ്യത്യസ്തമായൊരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഇവരോട് എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും? ഈ പ്രതിസന്ധികളൊന്നും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല യേശുവിൻ്റെ കൽപ്പന സ്വീകരിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് വിശുദ്ധ തോമസ് ശ്ലീഹായ്ക്ക് യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് വിദൂരമായ ഭാരതത്തിലേക്ക് വരുവാനായിട്ട് പ്രേരണ നൽകിയത്? അദ്ദേഹത്തിന് ആഴമായിട്ടുള്ള ഒരു യേശു അനുഭവം, ഒരു ക്രിസ്തു അനുഭവം ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. അവൻ്റെ കയ്യിൽ കുരിശിൻ്റെ അടയാളങ്ങൾ കാണുകയും മുറിപ്പാടുകൾ കാണുകയും ആ മുറിപ്പാടുകളിൽ എൻ്റെ വിരലുകൾ വയ്ക്കുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്താൽ അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ അനുഭവം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയില്ല. കുരിശിൽ മരിച്ച കർത്താവ് ആ കുരിശടയാളത്തിൻ്റെ, കുരിശ് മരണത്തിൻ്റെ അടയാളങ്ങളുമായി എൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നേരിട്ട് വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു വിശ്വാസത്തിന് മാത്രമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാൻ നമുക്ക് കരുത്ത് നൽകുകയുള്ളൂ. നമ്മളും ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഇത് തെറ്റായിട്ടുള്ള കാര്യവും ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ആ വാശിക്ക് മുമ്പിൽ ദൈവം കീഴടങ്ങുകയും യേശു തോമസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോമസിനോട് പറഞ്ഞു, നീ അടുത്ത് വരിക, എൻ്റെ കൈകൾ നീ കാണുക, അവിടെ അടയാളമുണ്ട്, മുറിവിൻ്റെ അടയാളമുണ്ട്. നിന്റെ കൈകൾ, നിന്റെ വിരലുകൾ അവിടെ വയ്ക്കുക, എൻ്റെ പാർശ്വത്തിൽ നിന്റെ കൈകൾ വയ്ക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിനെ കാണുകയും യേശുവിനെ സ്പർശിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ചു കളയുവാൻ പറ്റാത്ത രീതിയിലുള്ള ഹൃദയവിധിയിൽ എഴുതപ്പെട്ട ആഴമായ ഒരു ക്രിസ്തു അനുഭവം അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിൽ വന്നത്, പ്രതിസന്ധികളെ നേരിട്ട് ക്രിസ്തുവിന് സുവിശേഷം പ്രസംഗിച്ചത്. ആ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, ഈ ആഴമായ അനുഭവം ലഭിക്കുവാനായിട്ട്. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്നും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ ആവശ്യമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 44 നിന്ന് പറയുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാൽ അല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ മിടുക്ക് കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് യേശു പറയുന്നത്. ഒരു വ്യക്തിക്ക് യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും ദൈവപുത്രനുമായി അറിയണമെങ്കിൽ ദൈവപിതാവ് ആ വ്യക്തിയെ യേശുവിൻ്റെ അടുത്തേക്ക് ആകർഷിക്കണം. 6:44 പറയുന്നു. വീണ്ടും
യോഹന്നാന്റെ സുവിശേഷം 6:65 പറയുന്നു, എൻ്റെ പിതാവ് വരം നൽകിയാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനും ദൈവപുത്രനുമായി അറിയുവാനുള്ള അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ, അങ്ങയുടെ പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവപിതാവ് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നന്ദി പറയേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ ആയിരിക്കുന്ന ഈ ശുശ്രൂഷയെ കുറിച്ചാണ് നന്ദി പറയേണ്ടത്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഈ ജാഗരണ പ്രാർത്ഥന നടത്തുന്നു. പക്ഷേ ഈ ജാഗരണ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്ക് ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണമായ ശാലോം ടെലിവിഷനെ കുറിച്ച് ഇന്ന് പ്രത്യേകം നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും രൂപം കൊള്ളുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ്, മനുഷ്യന്റെ കൂട്ടായ ചർച്ചകളിൽ നിന്നാണ് അവ രൂപം കൊള്ളുന്നത്. എന്നാൽ ശാലോം ടെലിവിഷൻ രൂപം കൊണ്ടത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നല്ല. കുറച്ച് പേരെ, ശാലോമിൻ്റെ കുറച്ച് ശുശ്രൂഷകർ ഒരുമിച്ച് കൂടി ആലോചിച്ച് നമുക്കൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങാം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ല ചെയ്തത്. ശാലോം ടെലിവിഷൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ 3-ാം തീയതി ബഹുമാനപ്പെട്ട ബെന്നി സാറിന് ദൈവം നൽകിയ ഒരു നിർദ്ദേശമാണ്, ഒരു ആശയമാണ് ശാലോം ടെലിവിഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ തൃശ്ശൂർ വ്യാകുലമാതാ പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ഇപ്രകാരം അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങുവാൻ നിനക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൽ സർവശക്തനായ ദൈവം സന്നിഹിതനാണ്. അത് വെറും ഒരു അപ്പക്കഷണമല്ല എന്ന് ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഒരു തെളിവാണ് ശാലോം ടെലിവിഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. എനിക്ക് വേണ്ടി ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ സാധിക്കുമോ, നിനക്ക് സാധിക്കുമോ എന്നുള്ളത്. ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുക എന്നുള്ളത് നിങ്ങൾക്കറിയാം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് സാങ്കേതികമായ ജ്ഞാനം ആവശ്യമാണ്. പ്രോഗ്രാമുകളെ കുറിച്ച്, പ്രൊഡക്ഷനെ കുറിച്ച്, ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്, ടെലികാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള സാങ്കേതികമായ അറിവ് ആവശ്യമാണ്. അതിന് നല്ലൊരു ഓഫീസ് കെട്ടിടം വേണം, സാങ്കേതിക വിദഗ്ധന്മാർ വേണം, കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട് ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിക്കുവാനായി. അപ്പോൾ സാറ് ദൈവസന്നിധിയിൽ ഈ സംശയങ്ങൾ ഉണർത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ ഒരേ ഒരു മറുപടി, നീ എന്നെ അനുസരിക്കുവാനായിട്ട് തയ്യാറാവുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തെ അന്ധമായി ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ ദർശനം കിട്ടിയപ്പോൾ അത് ദൈവത്തിൻ്റെ നിർദ്ദേശമാണ് എന്ന് ബഹുമാനപ്പെട്ട വർക്കിച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം ഇവിടെ വന്ന് ശാലോമിലെ ശുശ്രൂഷകരെ വിളിച്ച് കർത്താവിൻ്റെ ഈ ദർശനം പങ്കുവെച്ചു.
അന്ന് നിങ്ങൾക്കറിയാവുന്ന 2003 ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഓടിട്ട പഴയ ഓഫീസ് കെട്ടിടം മാത്രമാണ്. അതിനടുത്ത് വേറൊരു ഓഫീസും ചെറിയൊരു ഓഫീസുമുണ്ട്. ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിക്കുവാനുള്ള ഭൗതികമായ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആ നാളിൽ ശാലോമിന്റെ ശുശ്രൂഷകര് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദൈവമേ, അവിടുന്ന് ആരംഭിക്കുവാൻ പോകുന്ന ഈ ചാനലിനെ ഓർഞ്ഞളങ്ങി ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരംഭിക്കുവാൻ പോകുന്ന ശുശ്രൂഷയെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്, ഭാവന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. പലരും ചോദിച്ചു, നിങ്ങൾ ഈ ആത്മീയ പ്രോഗ്രാമുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഇത് ആര് കാണും? പ്രേക്ഷകരിതൊന്നും കാണുകയില്ല. ഇനി അവർ കണ്ടാൽ തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തയ്യാറാവുകയില്ല. കാരണം ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾക്ക് ആർക്കും താല്പര്യമില്ല. ഇതിനു വേണ്ടിയുള്ള കോടിക്കണക്കിന് പണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഇങ്ങനെ പലരും സംശയം ഉയർത്തിയപ്പോൾ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു. പതുക്കെ 2003 ദൈവം ഈ ദർശനം നൽകി. 2004 ശാലോം ടെലിവിഷന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 2005 ശാലോം ടെലിവിഷൻ ടെലികാസ്റ്റിംഗ് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഈ ശുശ്രൂഷ ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് 10 വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏതാനും 2-3 ക്യാമറകൾ വെച്ച് ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചാനലായിട്ട് സർവശക്തനായ ദൈവം പ്രേക്ഷകരുടെ എണ്ണത്തില്, പ്രോഗ്രാമുകളുടെ ക്വാളിറ്റിയില് ഉയർത്തി എന്നുള്ളത് ദൈവത്തിന് നിശ്ചയമായിട്ടും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്നും പ്രവർത്തിക്കുവാൻ തയ്യാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവം ഏത് വ്യക്തിയെയും ഉപയോഗിക്കുവാൻ ഇന്നും തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. സങ്കീർത്തനം 34 സങ്കീർത്തനത്തില് 9-10 വാക്യങ്ങൾ. 34 സങ്കീർത്തനം 9-10 വാക്യങ്ങൾ പ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് ഒന്നിനും കുറവുണ്ടാകാത്തത്? കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പേടിച്ചു നിൽക്കുകയല്ല. കർത്താവിനെ ആദരിക്കുന്നവർക്ക്, കർത്താവിനെ ബഹുമാനിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എങ്ങനെയാ കർത്താവിനെ ബഹുമാനിക്കുന്നത്? കർത്താവ് സർവശക്തനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നവനാണെന്നുള്ള ഉറച്ചൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ കർത്താവിനെ ആദരിക്കുകയാണ്, നീ കർത്താവിനെ ബഹുമാനിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തനം 34:9 വാക്യം പറയുന്നു. 10 വാക്യം പ്രകാരമാണ്: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് സമൃദ്ധിയിലെ ദൈവം ശാലോം ടെലിവിഷനെ നടത്തുന്നു. പരസ്യങ്ങളില്ലാതെ ഈ ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ദൈവം ജീവിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത ഹി പ്രൊവൈഡ്സ്. ദൈവം നൽകുന്നവനാണ്. ആവശ്യ നേരത്ത് ആവശ്യമുള്ള വ്യക്തിക്ക് നൽകുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ശാലോം ടെലിവിഷന്റെ ചരിത്രം അത് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ചത് എന്താ? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. നാളത്തെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. ശാലോം ടെലിവിഷന്റെ കാര്യത്തിൽ അത് നിശ്ചയമായും യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇപ്പോൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യുവാൻ ദൈവം സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകം അന്ന് കർത്താവ് നൽകിയ ദർശനം എങ്ങനെ ഇത് ആരംഭിക്കും, ദൈവം ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ, ബെന്നിസാർ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന മക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ഇന്ന് അത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള 70,000-ൽ പരം വരുന്ന ശാലോം മീഡിയ ഫൗണ്ടേഷനിലെ സാധാരണക്കാരായ ദൈവമക്കള് അവരുടെ സമ്പത്ത്, അവരുടെ പ്രാർത്ഥന പങ്കുവെക്കുന്നത് കൊണ്ടാണ്
ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 68:19. സങ്കീർത്തനം 68:19. അനുദിനം നമ്മെ പരിപാലിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് നമുക്ക് നന്ദി പറയാം. കണ്ണുകളെ ഒരു നിമിഷം അടച്ച് ഈ ദിവസം ദൈവത്തിന് പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകമായി നമ്മുടെ രാജ്യത്തെ കർത്താവ് ഓർത്തു തൻ്റെ സുവിശേഷം അറിയിക്കുവാനായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ നമ്മുടെ രാജ്യത്തേക്ക് അയക്കുകയും അവിടുത്തെ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകമായി ഓർത്ത് നന്ദി പറയേണ്ട കാര്യമാണ്. രണ്ടാമത്തത്, ശലോം ടെലിവിഷൻ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ, നല്ല ഫലങ്ങൾ സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഞാനിന്ന് ജീവിക്കുന്നത് ശലോം ടെലിവിഷൻ ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം എത്രയോ കിടപ്പ് രോഗികൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കിടപ്പ് മുറിയിൽ അവൈലബിളാക്കിയത്, നൽകിയത് ശലോം ടെലിവിഷനാണ്. പള്ളിയിൽ പോകുവാൻ സാധിക്കാത്ത വൃദ്ധരായ അനേകർക്ക് അവരുടെ വീട്ടിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളുവാൻ, പ്രാർത്ഥിക്കുവാൻ ശലോം ടെലിവിഷൻ അവസരമൊരുക്കി. എത്രയോ തകർന്ന വ്യക്തികൾക്ക് ആശ്വാസം നൽകുവാൻ, രക്ഷയുടെ അനുഭവം നൽകുവാൻ ഈ ശുശ്രൂഷയെ ദൈവം ഉപയോഗിച്ചു. ഈ സമയം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥന ഏറ്റുചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ദൈവമേ, രക്ഷകനായ ദൈവമേ, അങ്ങയുടെ സുവിശേഷം ഞങ്ങളെ അറിയിക്കുവാനായി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ തോമാസ് ലീഹായെ അയച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ശലോം ടെലിവിഷനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള ദർശനം നൽകിയപ്പോൾ അത് സ്വീകരിക്കുവാനുള്ള ഉറച്ച വിശ്വാസം നൽകി അനുഗ്രഹിച്ചതിനായി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ് എന്ന് ശലോം ടെലിവിഷനിലൂടെ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഈ കഴിഞ്ഞ വർഷങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, ഒന്നിനും കുറവില്ലാതെ ശലോം ടെലിവിഷനെയും ശലോം ശുശ്രൂഷകളെയും കഴിഞ്ഞ നാളുകളിൽ സമൃദ്ധമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത്, പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനുള്ള സുവിശേഷം അറിയിക്കുവാൻ ശക്തമായ ഉപകരണമായി ശലോം ടെലിവിഷനെ രൂപപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ സാമ്പത്തികമായും പ്രാർത്ഥന വഴിയും സഹായിക്കുന്ന ലോകമെമ്പാടുമുള്ള അങ്ങയുടെ മക്കളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. വാഗ്ദാനത്തിൽ വിശ്വസ്തനായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ശലോം ടെലിവിഷന്റെ പ്രോഗ്രാമുകൾ തികച്ചും സൗജന്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സിനെയും DTH കമ്പനികളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി മനോഹരമായ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളും ഉയർത്തി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, സ്വീകരിച്ച എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് ശബ്ദത്തിൽ നമുക്ക് എടുക്കാവുന്നത്രയും ശബ്ദത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശലോം ടെലിവിഷനിലൂടെ നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രകാശം നൽകിയ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.
രാജ്യങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ വ്യാപിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി വീണ്ടും വർഷിക്കണമേ. സ്വർഗം തുറക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വന്തമായി വീണ്ടും സലോൺ ടെലിവിഷനെ സ്വീകരിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പ്രേക്ഷകരെ അവിടുന്ന് കൂടുതലായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പരിശുദ്ധ ദൈവമാതാവേ, ശലോം ടെലിവിഷനെ സമർപ്പിച്ച് എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചതിനായിട്ട് ഞങ്ങളിപ്പോൾ നന്ദി പറഞ്ഞ് അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിച്ചതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന വലത് കരത്തിൽ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക.